നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അണ്ടർ 20 കോപ്പ അമേരിക്കയിൽ ബ്രസീൽ തോറ്റു, അർജന്റീനയ്ക്ക് സമനില. അങ്ങനെ ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. ഒന്നാം സ്ഥാനത്ത് ബ്രസീലുമല്ല, അർജന്റീനയുമല്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. ഇന്നലത്തെ മത്സരത്തിൽ ബ്രസീൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് കൊളംബിയയോട് തോറ്റു. നമുക്കറിയാം, ബ്രസീൽ ഇപ്പോൾ ആദ്യ റൗണ്ടിൽ അർജന്റീനയോട് 6-0 പൊട്ടിയതാണ്. രണ്ടാം റൗണ്ടിൽ അവർ 2-1 ബൊളീവിയക്കെതിരെ വിജയിച്ച് കയറിയിരുന്നെങ്കിലും അടുത്ത മത്സരം ഇക്വഡോറിനെതിരെ 2-3 രക്ഷപ്പെട്ടു പോയി. ഒടുവിൽ കൊളംബിയയോട് 1-0 തോറ്റു. 4 കളി കളിച്ചിട്ട് ബ്രസീൽ 2 കളി പൊട്ടി, 2 കളികൾ വിജയിക്കുകയും ചെയ്തു. അതേസമയം അർജന്റീന ബ്രസീലിനെ 6-0 തോൽപ്പിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും പിന്നീട് കൊളംബിയയോട് 1-1 സമനില, ബൊളീവിയയെ 1-0 തോൽപ്പിച്ചു. പക്ഷേ അതിനുശേഷം ഇക്വഡോറിനോട് ഇപ്പോൾ ഗോൾ രഹിത സമനില. ഇതാണ് സ്ഥിതിവിശേഷം. എന്ന് പറഞ്ഞാൽ അർജന്റീനയും ബ്രസീലിനെ പോലെ 2 കളികളെ ജയിച്ചിട്ടുള്ളൂ. പക്ഷേ ഒറ്റ കളിയും അവർ പൊട്ടിയിട്ടില്ല. 4 കളികളിൽ നിന്ന് അർജന്റീനയ്ക്ക് 2 വിജയം, 2 സമനില, 8 പോയിന്റ്. ബ്രസീലിന് 4 കളികളിൽ നിന്ന് 2 വിജയം, 2 തോൽവി, 6 പോയിന്റ്. എന്നാൽ ഒന്നാമതുള്ള കൊളംബിയ 4 കളികളിൽ 3 വിജയം, 1 സമനില, 10 പോയിന്റ്. സോ ഗ്രൂപ്പ് ബിയിൽ ഒന്നാമത് കൊളംബിയയാണ്. ഗ്രൂപ്പ് എയിൽ ഉറുഗ്വായി 4 കളി 9 പോയിന്റ് ഒന്നാമത്, പരാഗ്വായ് 4 കളി 9 പോയിന്റ് രണ്ടാമത്, ചിലി 4 കളി 6 പോയിന്റ് മൂന്നാമത്, വെനിസ്വല 4 കളി 6 പോയിന്റ് നാലാമത്. പക്ഷേ ആദ്യ 3 സ്ഥാനക്കാരെ അടുത്ത ഫൈനൽ റൗണ്ടിലേക്ക് കടക്കൂ എന്നുള്ളതുകൊണ്ട് വെനിസ്വലയ്ക്ക് അത് വലിയ നഷ്ടമായി പോയി. എന്തായാലും ഗ്രൂപ്പ് എയിൽ നിന്ന് ഉറുഗ്വായ്, പരാഗ്വായ്, ചിലി ടീമുകൾ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയപ്പോൾ ഗ്രൂപ്പ് ബിയിൽ നിന്ന് കൊളംബിയ, അർജന്റീന, ബ്രസീൽ ടീമുകളാണ് ഇപ്പോൾ ഫൈനൽ റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് ഈ തോൽവികളൊക്കെ ഉണ്ടെങ്കിലും ബ്രസീലും അർജന്റീനയും ഒക്കെ ഇപ്പോൾ ഫൈനൽ റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട്. ഫൈനൽ റൗണ്ടിൽ ബ്രസീലിൻ്റെ ആദ്യ മത്സരം ഫെബ്രുവരി 4 ഉറുഗ്വായ്ക്കെതിരെയാണ്. അതേസമയം അർജന്റീനയുടെ ആദ്യ മത്സരം ഫെബ്രുവരി 4 തന്നെയാണ്. ചിലിക്കെതിരെയാണ് ആ മത്സരം വരിക. അർജന്റീനയുടെ രണ്ടാമത്തെ മത്സരം ഫെബ്രുവരി 7 ആ കളി ഉറുഗ്വായ്ക്കെതിരെയാണ്. ബ്രസീലിൻ്റെ രണ്ടാമത്തെ മത്സരം അന്ന് തന്നെയാണ്. ആ കളി കൊളംബിയക്കെതിരെയാണ്. ബ്രസീലിൻ്റെ മൂന്നാമത്തെ മത്സരം ഫെബ്രുവരി 10 പരാഗ്വയ്ക്കെതിരെയാണ്. അർജന്റീനയുടെ മൂന്നാമത്തെ കളിയും അന്ന് തന്നെയാണ്. കൊളംബിയക്കെതിരെയാണ് ആ മത്സരം കളിക്കുക. വീണ്ടും ബ്രസീൽ അർജന്റീന മത്സരം വരുന്നുണ്ട്. അത് ഫെബ്രുവരി 13 അത് കഴിഞ്ഞിട്ട് അടുത്ത അർജന്റീനയുടെ മത്സരം വരുന്നത് ഫെബ്രുവരി 16 എതിരാളികൾ പരാഗ്വയ് ആണ്. അന്ന് തന്നെ ബ്രസീൽ ചിലിയെയും നേരിടും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.